അപ്പോൾ കുറേ നാളുകളായിട്ട് വിചാരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ബസ് ഏതാണ്ട് 1 വർഷത്തോളമായി. അപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഈ വാഹനത്തിന് 750/16 വീൽ സൈസാണ് വരുന്നത്. ആണെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഡ്രൈവർ ക്യാബിനിലേക്ക് കയറാനാണെങ്കിലും ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുട്ടി എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതും അവിടെ ഇരിപ്പുണ്ട് പിള്ളേരുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഈ ഡ്രൈവറുടെ ഇടതുവശത്തായിട്ട് വരുന്ന സ്വിച്ചസിൽ എക്കണോമി പ്ലസ്, പവർ, പിന്നെ DPFൻ്റെ സ്വിച്ചും ഉണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ചാർജറൊക്കെ ആ സൈഡിൽ തന്നെ ഉണ്ട്. വലതുവശത്തായിട്ട് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ABSൻ്റെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഐഷറിൻ്റെ 32 സീറ്റ് ബസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു BS6 വാഹനമാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനവും BS6 ആണ്. അപ്പോൾ ഇതിൽ നിരവധിയായിട്ട് സെൻസേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഈ സെൻസേഴ്സ് എന്തെങ്കിലും ഒക്കെയുള്ള മെക്കാനിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഒരു ശ്രദ്ധ അതിലും വേണം. കാരണം ഏതെങ്കിലും ഒരു സെൻസർ ലൈറ്റ് കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടാവും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് റെഡിയാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പൊതുവായിട്ട് ഉള്ള വർക്ക്ഷോപ്പുകളിലൊന്നും ഇങ്ങനെ വാഹനങ്ങൾ എടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഈ കോമ്പിനേഷൻ സ്വിച്ചിലാണെങ്കിൽ വലതുവശത്ത് ഇൻഡിക്കേറ്ററും ഇടതുവശത്ത് നമ്മൾ വൈപ്പറിൻ്റെ കൺട്രോളുമാണ് വരുന്നത്. അപ്പോൾ വലതുവശത്ത് ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അതിലൊരു ക്രൂയിസ് കൺട്രോൾ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ടിരുന്നുണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് ഓടിപ്പോവും. നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുവശത്തായിട്ടുള്ള കോമ്പിനേഷൻ സ്വിച്ചിൽ വൈപ്പറിൻ്റെ കൂടെ തന്നെ എൻജിൻ ബ്രേക്കും അതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ABSൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഐഷറിൻ്റെ ഫാനാണ് നമ്മുടെ ഉച്ചിയിലാണ് വെച്ചേക്കുന്നത്. അതാണ് ഒരു